നമുക്ക് ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. ഇവിടെ 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മെട്രിക്സ് എന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ ഇത് ശരിക്കും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ചെയ്താണ്. അതേ ടൈപ്പിന് വലിയ സംഭവമൊന്നുമല്ല. ഓക്കെ, ഇവിടെ എന്താ എന്താ എന്ന് പറഞ്ഞാൽ 1/√2 -2 0 1. Then P ആരാ? P cos theta minus sin theta cos theta. ഈ മെട്രിക്സ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇതൊന്ന് റൊട്ടേഷൻ മെട്രിക്സ് ആണ്. വേറെ ഇതെന്താണ് ഓർത്തോഗണൽ മെട്രിക്സ് അല്ലേ? ഓർത്തോഗണൽ മെട്രിക്സ് ആയ ഞാൻ ഓർത്തോഗണൽ മെട്രിക്സ് നമ്മൾ പഠിച്ചാണ്. ഓർത്തോഗണൽ മെട്രിക്സിന് ഒരു എക്സാമ്പിൾ ആണിത്. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ? ആ മെട്രിക്സിന് പ്രത്യേകം എന്താണ്? പി ഇൻറ്റു പി ട്രാൻസ്പോസും അതുപോലെ പി ട്രാൻസ്പോസ് ഇൻറ്റു പിയും എന്താണ് ഐ അല്ലേ? ഇതെല്ലാം ഓർത്തോഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത നമുക്ക് അറിയുന്ന കേസാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് പറഞ്ഞു? ബി ആരാടാ? പി എ ഇൻറ്റു പി ട്രാൻസ്പോസ് അല്ലെ? അതുപോലെ സി എന്താ? പി ട്രാൻസ്പോസ് ഇൻറ്റു ബി റേസ് ടു 10 ഇൻറ്റു പി ആണ് അല്ലെ? അങ്ങനെയെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ഓഫ് സി ഈസ് m/n. GCD ഓഫ് m/n 1 ആണ്. അതായത് m/n HCF എന്താണ്? 1 ആണ്. m-ന്റെ n-ന്റെ HCF എന്താണ്? 1 ആണ്. അത് നമുക്ക് അറിയുന്നതാണ്. ഒന്നുമില്ല, m/n കിട്ടുമ്പോൾ മാക്സിമം കട്ട് ചെയ്ത് എല്ലാ എലമെന്റും ഒഴിവാക്കാം. കോമൺ ആയിട്ട് ആരും ഉണ്ടാകാൻ പാടില്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ m+n കാണും. m+n കാണുമെങ്കിൽ ആദ്യം എന്ത് കാണണം? m n കാണണ്ടേ? m n എന്താണ്? സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ഓഫ് സി അല്ലേ? അത് സി എന്ന മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം ആണെന്ത് m/n. അപ്പൊ എനിക്ക് ആദ്യം എന്ത് കാണണം? സി എന്ന മെട്രിക്സ് കാണണം അല്ലെ? ആ സി എന്ന മെട്രിക്സ് കണ്ടാൽ അതിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം ആണെന്ത് നമ്മളെ m/n എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ സി കാണണം. അതിനുവേണ്ടി സി ആരാ? പി ഡാഷ് ഇൻറ്റു പി ട്രാൻസ്പോസ് ഇൻറ്റു ബി റേസ് ടു 10 എന്ന് പറഞ്ഞാലേ ബി ഇൻറ്റു എക്സെട്രാ എത്രയാ? 10 ടൈംസ് അല്ലേ? ലാസ്റ്റ് ഒരു പി അല്ലെ? സോ എന്തായി? പി ഡാഷ് പി ട്രാൻസ്പോസ്. ഓക്കെ, ബി ആരോടെ? ബി ആരാ? പി എ പി ട്രാൻസ്പോസ് അല്ലേ? ആ ബിക്ക് പറഞ്ഞ ഞാൻ എന്ത് ചെയ്താം? പി എ പി ട്രാൻസ്പോസ് ഇൻറ്റു, കാരണം ബി ആരാ? പി എ പി ട്രാൻസ്പോസാ. ആ ബിക്ക് പകരം ആരെ എഴുതാം? പി എ ഇൻറ്റു പി ട്രാൻസ്പോസ് എഴുതാം. അപ്പൊ എന്താ? പി എ പി ട്രാൻസ്പോസ് ഇൻറ്റു പി എ പി ട്രാൻസ്പോസ് ഇൻറ്റു പി എ പി ട്രാൻസ്പോസ് ഇൻറ്റു എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം പി എ പി ട്രാൻസ്പോസ്. ലാസ്റ്റ് ഒരു പി ഉണ്ടല്ലോ അവസാനം. ഇങ്ങനെ എഴുതിയാൽ ഗുണം എന്താ? പി ട്രാൻസ്പോസ് ഇൻറ്റു പി ഐ അല്ലേ? അപ്പൊ ഈ പി ട്രാൻസ്പോസ് ഇൻറ്റു പിയും ഈ പി ട്രാൻസ്പോസ് ഇൻറ്റു പിയും ഇതൊക്കെ എന്തായി? ഐ ആയിട്ട് പോയില്ലേ? എല്ലാം ഐ ആയിട്ട് പോയി അല്ലെ? ഐ എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് ആക്ട് ചെയ്യില്ലേ? അപ്പൊ ഐ ആയിട്ട് പോയി. ഐ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഐ എ എന്നല്ലേ വരിക? അപ്പൊ ഐ പോയി, അത് 1 ആണ് അല്ലെ? ഐ മീൻ 1 ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ? അപ്പൊ ഇവിടെ എന്താ ബാക്കി വരിക? വെറും എ മാത്രം ബാക്കി വരിക. എത്ര ഉണ്ടാവും? 10 ഉണ്ടാവും. അപ്പൊ സി എന്ന് പറഞ്ഞ ആരാ? എ റേസ് ടു 10 ആണ് അല്ലെ? സോ സി എന്ന് പറഞ്ഞ ആരാ? എ റേസ് ടു 10 ആണ്. അപ്പൊ എന്റെ ലക്ഷ്യം സി കാണുമെങ്കിൽ എനിക്ക് ആരെ കണ്ടാൽ മതി? എ റേസ് ടു 10 കണ്ടാൽ മതി അല്ലെ? എ ആരാ? ഇതല്ലേ? എ ആരാടെ ഇവിടെ? 1/√2 -2 0 പിന്നെ ആരാ? 1. ഇതാണ് എ അല്ലെ? ഇതാണ് എ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് എ സ്ക്വയർ വരിക? ഡബിൾ എ അല്ലെ? എന്താ? 1/√2 -2 0 1 ഇൻറ്റു 1/√2 -2 0 1. എനിക്ക് വേണ്ടത് എ റേസ് ടു 10 അല്ലേ? ആ എ റേസ് ടു 10 കാണുമെങ്കിൽ നോർമലി എ ഇൻറ്റു 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ആണ്. പക്ഷെ 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ഒന്നും പോസിബിൾ ആയുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യുക? എ സ്ക്വയറും എ ക്യൂബും കണ്ടിട്ട് ഒരു പെർട്ടിക്കുലർ ഓർഡർ കണ്ടുപിടിക്കലേ ചെയ്യുക. എപ്പോഴും ചെയ്യുന്ന കാര്യമല്ലേ? ആ ഓർഡർ ഇവിടെ കണ്ടുപിടിക്കുക. എന്താ ചെയ്യുക? എ സ്ക്വയർ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1/√2 ഇൻറ്റു 1/√2 1/√2 സ്ക്വയർ അല്ല? പിന്നെയോ 1/√2 -2 -2/√2 -√2 അല്ലേ? -2 -2 അല്ലേ? പിന്നെ 0 ഇൻറ്റു 1/√2 + 0 0 പിന്നെ 0 ഇൻറ്റു -2 0 1 അല്ലേ? ഇതാണ് എ സ്ക്വയർ. ഓക്കെ, ഇനി എ ക്യൂബ് എന്താ? വാട്ട് ഇസ് എ ക്യൂബ്? അപ്പൊ ഇനി കാര്യം ശ്രദ്ധിക്കണേ. എന്റെ ഡയഗണൽ എലമെന്റ്സ് ആരാ? 1/√2 1 അല്ലെ? എ സ്ക്വയറിന്റെ ഡയഗണൽ എലമെന്റ്സ് ആരാ? 1/√2 സ്ക്വയർ 1 അല്ലെ? അപ്പൊ എ ക്യൂബിന്റെത് 1/√2 ക്യൂബ് 1 ആയാൽ ഓർഡർ കിട്ടി അല്ലെ? അപ്പൊ എ ക്യൂബും കാണാം. എ ക്യൂബ് എന്താ? വാട്ട് ഇസ് എ ക്യൂബ്? 1/√2 എ സ്ക്വയർ. എ ക്യൂബ് എ സ്ക്വയറിന്റെ എ അല്ലേ? എ സ്ക്വയർ ആരാ? 1/√2 സ്ക്വയർ -√2 -2 0 1 അല്ലെ? ഇൻറ്റു എ ആരാ? 1/√2 -2 0 1 അല്ലേ?
അല്ലെ? എനിക്ക് ഡയഗണൽ എലമെന്റ് മാത്രം നോക്കിയാൽ മതി, കാരണം സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് കണ്ടത് അല്ലെ? അങ്ങനെയെങ്കിൽ ഈ എലമെന്റ് ആരെ വരിക? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലേ? 1/√2 ക്യൂബ് വരും. അത് ഓക്കെ. ഈ എലമെന്റ് എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെ? ഈ എലമെന്റ് എന്ത് വരിക? 1/√2. ഈ എലമെന്റ് A22 അല്ലേ? സോ സെക്കൻഡ് റോ സെക്കൻഡ് കോളം എന്താ വരിക? 0 0 0 0 -1 അല്ലേ? 0 1 0 + 1 1 അല്ലേ? ഇതെന്ത് മനസ്സിലായി? എടാ എന്റെ ഡയഗണൽ എലമെന്റ്സ് 1/√2 ആണ്. A² 1/√2² 1, A³ 1/√2³ 1 അല്ലെ? അങ്ങനെയെങ്കിൽ A⁻10 ഡയഗണൽ എലമെന്റ്സ് 1/√2 ഇതെന്തേലും ആവട്ടെ, ഇത് 1 ആവൂലേ അല്ലെ? ചോദിച്ചെന്താ? ഇതിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം അല്ലേ? എന്താ വരിക? 1/√2 + 1. 1/√2 1/√2 അല്ലേ വരിക? സോറി, 1/10 1 ആണ്. √2 എന്താ? 2/5 അല്ലേ? +1 അത് 1/2 32 അല്ലേ? സോ 1/32 + 1 എത്രയാ? 33/32 അല്ലെ? 2 2 4 8 16 32 അല്ലേ? 32 അല്ലെ? സോ 33/32 ആണ് നമ്മുടെ ആൻസർ. ഇതെന്താന്ന് പറഞ്ഞിട്ട് M/N അല്ലേ? ദിസ് ഈസ് M/N. എന്താ കാണുന്നത്? M+N അല്ലേ? എന്താ? 33 + 32 എത്രയാ? 65 ആണ്. സോ 65 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 1 ആണ് ആൻസർ. എഗെയിൻ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക.